കൃഷിയിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഈ വിളവെടുപ്പാണ് അല്ലേ? വിളവെടുപ്പാണ്, മാനസികമായ സന്തോഷമാണ്. അതെ അതെ അതെ. എന്നുണ്ടാവും അതുപോലെ പറിക്കാനുള്ള? ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആണ്, ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോ ഇത് 12 മാസം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്തത്. എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പൊ ഒരു പന്തലിൽ തന്നെ എല്ലാവിധ പച്ചക്കറികളും അത്രയെല്ലാം തന്നെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് അല്ലേ? അതെ. ഇവിടെ ഇപ്പൊ ഈ പന്തലിൽ ഇപ്പൊ പയറും പിന്നെ വേറെ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? പയറ്, പീച്ചിങ്ങ, ഇളവൻ, കുമ്പളം, മത്തന്, വാളരിപ്പയറ് എല്ലാം ഇതിൽ തന്നെ വരും. ഈ വലയിൽ തന്നെ കയറും. എല്ലാം കയറും. മെയിൻ ആയിട്ട് കോവക്കയാണ് ഉദ്ദേശിക്കുന്നത്. കോവക്ക 12 മാസം വിളവുണ്ടാവും. വന്നിട്ട് ആളുകൾ വാങ്ങണോ? ഓൺലൈൻ വഴി മാർക്കറ്റ് ഉണ്ട്, നമ്മള് ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ട്, സ്കൂളുകളിൽ കൊടുക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ വന്നിട്ട് ആൾക്കാർ വാങ്ങുന്നുണ്ട്. നല്ല ഡിമാൻഡ് ഉണ്ട്. നല്ല ഡിമാൻഡ് ഉണ്ട്. സാധനം തികയാത്തൊരു പ്രശ്നമുള്ളൂ. പച്ചക്കറിയും കോഴിമുട്ടയും കോഴി ഇറച്ചിയായിട്ടും കുഞ്ഞും ഇറച്ചിയായിട്ട് കൊടുക്കുന്നില്ല, മുട്ടക്കോഴിയാണ്. കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട്, മുട്ട കൊടുക്കുന്നുണ്ട്, പച്ചക്കറി കൊടുക്കുന്നുണ്ട്, വിത്ത് കൊടുക്കുന്നുണ്ട്, പച്ചക്കറി തൈകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനനുബന്ധമായ എല്ലാ സാധനങ്ങളും നമ്മൾ എത്തിച്ചും കൊടുക്കുന്നുണ്ട്. അടിപൊളി. ചെറുപ്പം മുതൽ തന്നെ ഉണ്ടോ ഇതുപോലെ പച്ചക്കറി കൃഷി ചെയ്യാനുള്ള ഒരു താല്പര്യം? ചെറുപ്പം മുതലേ ഇതിനോടൊരു താല്പര്യം ഉണ്ട് അല്ലേ? ഇപ്പൊ ഈ സ്ഥലത്തേക്ക് മാറിയിട്ട് ഒരു 4 മാസമായിട്ടുള്ളൂ. 4 മാസമായിട്ടുള്ളൂ. ഇതിനു മുന്നേ നമ്മൾ വീട്ടിൽ തന്നെ വീട്ടിലും വേറെ സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇത് 5 വർഷത്തേക്ക് ലീസിനെടുത്തിട്ട് പെർമനന്റ് ആയിട്ടാണ് ചെയ്യാൻ തീരുമാനിച്ചത്. എന്താ പ്രത്യേകത? അങ്ങനെ കെട്ടിയോണ്ട് എന്താ ഗുണമുള്ളത്? ഈ പന്തലിന്റെ പ്രത്യേകത വെച്ചാല് ഈ ഒരു വള്ളിമല് നല്ല തൂങ്ങി പോവാതെ നന്നായിട്ട് നിൽക്കും. പിന്നെ നമ്മളെ സപ്പോർട്ട് ഉണ്ടോ ഇടക്ക്? ഇല്ല, ഇടക്ക് ചെറിയ സപ്പോർട്ട് കൊടുക്കും. തൂങ്ങൂല. അത് മാത്രമല്ല, നമ്മളെ എത്ര വർഷം കഴിഞ്ഞിട്ടാണോ ഈ പന്തൽ ഒഴിവാക്കുന്നത് അന്ന് നമ്മൾ ഒഴിവാക്കി വെച്ചാൽ മതി. അല്ലാതെ വേറൊരു കാരണവശാലും ഈ പന്തൽ പൊട്ടിപ്പോവില്ല. നല്ല വൃത്തിക്ക് നിൽക്കും, നല്ല കാണാൻ പറ്റും. അതാണ് ഇതിന്റെ ഗുണങ്ങൾ അല്ലേ? നിങ്ങൾ തനിച്ചാണ് അത്രയും ഇത് കെട്ടിയിട്ടുള്ളത്? തന്നെ ഒറ്റക്കാണ്. ഒറ്റ കഴിയില്ലേ? നിങ്ങളെ ഹെൽപ്പിങ്ങിനൊക്കെ ആരുമില്ല? ഒരു ചേച്ചി ഉച്ചവരെ ജസ്റ്റ് ചില ദിവസങ്ങളിൽ ഒരു ചേച്ചി ഹെൽപ്പ് ചെയ്യും. പക്ഷെ കുഴിച്ചിട്ടലും പന്തലിട്ടലും എല്ലാം ഞാൻ ഒറ്റക്കാണ്. വേറെ ഒരാൾ ചെയ്താൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആവില്ല. പണിക്കാരൊന്നും വെക്കൂല. ഇത് നമ്മൾ ഇതിന്റെ റോള് വാങ്ങലാണ്? അതിന്റെ റോള് വാങ്ങുക ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ കീറി കെട്ടി കൊടുക്കും. ഇതിൽ നമുക്ക് പാവലും എന്ത് വേണമെങ്കിലും പടത്തി വിടാം. കുമ്പളം അവിടെ കേറുന്നുണ്ട്. വയലറ്റ് പയറ്, കോവക്കയാണ് നമ്മൾ മെയിൻ ഉദ്ദേശിക്കുന്നത്. കോവക്കയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോവക്ക എപ്പോഴും നല്ല 12 മാസം വരുമാനം ഉണ്ടാവും അല്ലേ? അതൊക്കെ ഇപ്പൊ പറിക്കാനായിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാണ് അല്ലേ? ഫ്രഷ് പയറ് ഇങ്ങോട്ട് നോക്കിയേ. നമുക്ക് ഇവിടെ തന്നെ കഴിക്കാം അല്ലേ? മരുന്നടിക്കാത്ത ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോ ഒരു മികച്ച കർഷകയാട്ടോ അന്നത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ഇത്ത. അപ്പോ കോഴികൾ മാത്രല്ല കേട്ടോ, ഒരുപാട് കൃഷികളുണ്ട്. പയറ് അല്ലേ? പയറുണ്ട്, അതുപോലെ ചേന, എന്തെല്ലാം ഐറ്റംസ് അവിടെ ഉള്ളത്. ഇവിടെ കാണുമ്പോൾ എല്ലായിടത്തും കൃഷിയാണ്, ഒരു ഗ്യാപ്പ് ഇല്ലേ? എല്ലായിടത്തും കൃഷിയാണ്. നമ്മൾ കാല് വെക്കണ അവിടെ ഒക്കെ കൃഷിയാണ്. ഇവിടെ എന്തൊക്കെയാ നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാല്? എല്ലാ ഐറ്റംസും സമ്മിശ്ര കൃഷിയാണ്. ചേന, ചേമ്പ്, മഞ്ഞള്, ഇഞ്ചി, പയറ്, വെണ്ട, വഴുതന, കോവക്ക, കുമ്പളം, മത്തൻ, എല്ലാം ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏകദേശം എത്ര ഏക്കർ സ്ഥലമാണ്? 2 ഏക്കർ സ്ഥലം ലീസിനെടുത്ത് ഏകദേശം 1 ഏക്കർ സെറ്റ് ചെയ്തു. ശരിക്കും നമ്മളെ ഇതൊരു മാതൃകയാണ്. ഈ ഇപ്പൊ ഉള്ള വീട്ടമ്മമാര് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു മാതൃകയാണ് അല്ലേ? നമുക്ക് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? 2 സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ജില്ലാതല അവാർഡ്, വനിതാ കർഷക അവാർഡ്, യുവ കർഷക അവാർഡ്. വെരി ഗുഡ്. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സെറ്റപ്പാണ്. നമ്മൾ ഈ ലൊക്കേഷൻ ഇവിടെ വരുന്നത് കോഴിക്കോട് ജില്ലയില് താമരശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്തിൽ. അതുപോലെ തന്നെ കോഴികൾക്ക് തീറ്റ ചെലവ് കുറക്കാൻ വേണ്ടിട്ട് നമ്മൾ അസോളം ചെയ്യുന്നുണ്ട്. അസോളൊക്കെ നമുക്ക് എന്ത് സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ കൃഷി ചെയ്യാനായിട്ട്? അസോളന്നല്ല, മൊത്തത്തിൽ കൃഷി ചെയ്യാനായിട്ട് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇത്രയും നല്ല രീതിയിൽ ചെയ്തിട്ട് ഒരു സപ്പോർട്ടും കിട്ടുന്നില്ലേ സർക്കാരിന്റെ? അവാർഡ് കിട്ടേണ്ട കാര്യമില്ലല്ലോ. സപ്പോർട്ടുകളൊന്നും കിട്ടുന്നില്ല, നിലവിൽ കിട്ടിയിട്ടില്ല. നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ അല്ലേ? ഇത്രയും രീതിയിൽ ഇവിടെ വന്ന് കാണുമ്പോഴാണ്. അതെ, നമ്മളെ ഏതെങ്കിലും രീതിയിൽ ലോൺ കാര്യങ്ങൾ, കാരണം നമുക്ക് ലോണൊന്നും കിട്ടാത്ത അവസ്ഥയാണ്. കാരണം നമ്മൾ ലീസിനെടുത്ത സ്ഥലം വെച്ചാലും നമുക്ക് ലോൺ കിട്ടൂല. അതിന്റെ ഓണർ നമുക്ക് രജിസ്റ്റർ ചെയ്ത് വരേണ്ടി വരും. അപ്പൊ അതൊന്നും പോസിബിൾ അല്ല. പിന്നെ എനിക്ക് ഒരുപാട് വികസിപ്പിക്കണമെന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അതിന് പരിമിതികളിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എങ്ങനെ മാർക്കറ്റ് ചെയ്യണേ? ഇവിടെ വന്നിട്ട് ആളുകൾ വാങ്ങണോ? ഓൺലൈൻ വഴി മാർക്കറ്റ് ഉണ്ട്, നമ്മള് ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ട്, സ്കൂളുകളിൽ കൊടുക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ വന്നിട്ട് ആൾക്കാർ വാങ്ങുന്നുണ്ട്. നല്ല ഡിമാൻഡ് ഉണ്ട്.
ഓക്കെ, നല്ല ഡിമാൻഡ് ഉണ്ട്. സാധനം തികയാത്തൊരു പ്രശ്നമുള്ളൂ. ഓക്കെ. ജൈവ പച്ചക്കറിയും കോഴി, പച്ചക്കറിയും കോഴിമുട്ടയും കോഴി ഇറച്ചിയായിട്ടും കുഞ്ഞും ഇറച്ചിയായിട്ട് കൊടുക്കുന്നില്ല, മുട്ടക്കോഴിയാണ്. കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട്, മുട്ട കൊടുക്കുന്നുണ്ട്, പച്ചക്കറി കൊടുക്കുന്നുണ്ട്, വിത്ത് കൊടുക്കുന്നുണ്ട്, പച്ചക്കറി തൈകൾ കൊടുക്കുന്നുണ്ട്, പിന്നെ അതിനനുബന്ധമായ എല്ലാ സാധനങ്ങളും നമ്മൾ എത്തിച്ചും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടിപൊളി.